തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് സമീപം ഇന്നലെ ഉച്ചയ്ക്ക് ബൈക്ക് അപകടത്തിൽ 2 പേർ മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ മാറനല്ലൂർ സ്വദേശി വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവല്ലം SHO നടത്തിയ പ്രത്യേക അന്വേഷണമാണ് ഈ അപകടത്തിന് വഴിത്തിരിവുണ്ടാക്കിയത്. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു ബൈക്ക് യാത്രക്കാരായ നവീൻ സിബിയും മൃദുല ആൻ ഉമ്മനും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിൽ ബൈക്ക് സ്കിഡ് ചെയ്ത് പോസ്റ്റിലിടിച്ചായിരുന്നു മരണമെന്നായിരുന്നു നിഗമനം. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവത്തിന് വഴിത്തിരിവുണ്ടാക്കിയത്. അപകടസ്ഥലത്തെത്തിയ തിരുവല്ലം SHO ബിജു ബൈക്ക് പരിശോധിക്കുമ്പോഴാണ് ബൈക്കിൻ്റെ ഹാൻഡിലിൻ്റെ ഒരു വശത്തായി കാർ ഉരസിയതിൻ്റെ പെയിൻറ് കണ്ടെത്തിയത്. ഈ പെയിൻറ് കേന്ദ്രീകരിച്ചായിരുന്നു ബിജുവിൻ്റെ അന്വേഷണം. തുടർന്ന് പ്രദേശത്തെയും സമീപ പ്രദേശത്തെയും നിരവധി CCTV ദൃശ്യങ്ങളും തിരുവല്ലം SHO ബിജുവിൻ്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു. പരിശോധനയ്ക്കിടെയാണ് മാറനല്ലൂർ സ്വദേശി വിഷ്ണു ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിനിടയാക്കിയതെന്ന് പോലീസ് കണ്ടെത്തിയത്. പോലീസിൻ്റെ സംശയം വിഷ്ണുവിൻ്റെ കാറ് കേന്ദ്രീകരിച്ചായിരുന്നു. തുടർന്ന് രാത്രിയോടെ വിഷ്ണുവിൻ്റെ വീട്ടിലെത്തി കാറ് പരിശോധിക്കുമ്പോഴായിരുന്നു കാറിൻ്റെ പിൻവശത്ത് ബൈക്കിൽ ഉരസിയതിൻ്റെ പാട് കണ്ടെത്തിയത്. വിഷ്ണുവിനെ ചോദ്യം ചെയ്തതോടെ അപകട വിവരം വിഷ്ണു പോലീസിനോട് പറഞ്ഞു. പേടി കാരണമാണ് വാഹനം നിർത്താതെ പോയതെന്നും പോലീസിനെ വിഷ്ണു അറിയിച്ചു. മുൻപും ഇത്തരത്തിൽ നിരവധി കേസുകളാണ് തിരുവല്ലം SHO ബിജു കണ്ടെത്തിയിട്ടുള്ളത്. ബിജുവിൻ്റെ അന്വേഷണ മികവാണ് ഈ അപകടത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം പുറത്തെത്തിക്കുവാനും സാധിച്ചത്. മൃദുലയും നവീനും കോളേജ് പഠനകാലം മുതൽ സുഹൃത്തുക്കളായിരുന്നു. നവീൻ്റെ പിറന്നാളായിരുന്നു ഇന്നലെ. ഇരുവരും ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിക്കുന്നതിനായി കോവളത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം. മൃദുല സംഭവസ്ഥലത്ത് വെച്ചും നവീൻ ആശുപത്രിയിലെത്തിച്ച ശേഷവുമാണ് മരിച്ചതെന്നാണ് തിരുവല്ലം പോലീസ് പറഞ്ഞത്. തിരുവല്ലം SHOയുടെ കൃത്യതയോടുകൂടിയുള്ള അന്വേഷണമാണ് വഴിത്തിരിവുണ്ടാക്കിയിരിക്കുന്നത്.